ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളാണ് നാം ഇന്ന് മോക്ക് ടെസ്റ്റായി ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യ വൈഫൈ നഗരസഭ ഏത്? ഇന്ത്യയിലെ ആദ്യ വൈഫൈ നഗരസഭ ഏത്? ഓപ്ഷൻ ബി മലപ്പുറമാണ്. മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യ വൈഫൈ നഗരസഭ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം. ഓപ്ഷൻ ബി മഞ്ചേശ്വരം. മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണ സംവിധാനമുള്ള നഗരസഭ ഏതാണ്? കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണ സംവിധാനമുള്ള നഗരസഭ ഏത്? ഓപ്ഷൻ ബി തൃശ്ശൂരാണ്. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണ സംവിധാനമുള്ള നഗരസഭയാണ് തൃശ്ശൂർ. കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണം ഏത്? കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണം ഏത്? ഓപ്ഷൻ ബി കൊച്ചി. കൊച്ചിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണം. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേരുകേട്ട ജില്ല ഏത്? പ്രസിദ്ധമായ രഥോത്സവത്തിന് പേരുകേട്ട ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാടാണ് പ്രസിദ്ധമായ രഥോത്സവത്തിന് പേരുകേട്ട ജില്ല. മായന്നൂർ പാലം കേരളത്തിലെ ഏതൊക്കെ ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്? മായന്നൂർ പാലം കേരളത്തിലെ ഏതൊക്കെ ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ തൃശ്ശൂർ പാലക്കാട്. തൃശ്ശൂർ ടു പാലക്കാടാണ് മായന്നൂർ പാലം ബന്ധിപ്പിക്കുന്ന ജില്ലകൾ. ഓപ്ഷൻ എ. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല ഏത്? കേരളത്തിൽ പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഓപ്ഷൻ എ എറണാകുളം. എറണാകുളമാണ് കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി പൈനാവ്. പൈനാവാണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല ഏത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല ഏത്? ഓപ്ഷൻ ബി പാലക്കാട്. പാലക്കാടാണ് ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല. കേരളത്തിലെ ആദ്യത്തെ ബാല പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ബാല പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ ബി നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ ബാല പഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല ഏത്? ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല ഏത്? ഓപ്ഷൻ ബി എറണാകുളം. എറണാകുളമാണ് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്?
ഓപ്ഷൻ സി കുണ്ടറ. കുണ്ടറയാണ് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ സി തെന്മല. തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ആരംഭിച്ചത്. കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കിക്കോട്ടയുടെ സ്ഥാനം എവിടെയാണ്? കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കിക്കോട്ടയുടെ സ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി കൊല്ലം. കൊല്ലത്താണ് കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കിക്കോട്ടയുടെ സ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്. ആലപ്പുഴയിൽ നിന്നും ലഭിച്ച കരുമാടിക്കുട്ടന്റെ പ്രതിമ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആലപ്പുഴയിൽ നിന്നും ലഭിച്ച കരുമാടിക്കുട്ടന്റെ പ്രതിമ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ബുദ്ധമതം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് ആലപ്പുഴയിൽ നിന്നും ലഭിച്ച കരുമാടിക്കുട്ടന്റെ പ്രതിമ. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എവിടെയാണ്? ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്? ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ദേശാടന പക്ഷികൾ ധാരാളം എത്തുന്ന പാതിരാമണൽ ദ്വീപ് ഏത് ജില്ലയിലാണ്? ദേശാടന പക്ഷികൾ ധാരാളം എത്തുന്ന പാതിരാമണൽ ദ്വീപ് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് ദേശാടന പക്ഷികൾ ധാരാളം എത്തുന്ന പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ആലപ്പുഴ. ആലപ്പുഴയിലാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ
ആസ്ഥാനം? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോക്ക് ഫോർട്ട് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കോക്ക് ഫോർട്ട് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്. കോഴിക്കോട് ജില്ലയെയാണ് കോക്ക് ഫോർട്ട് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ സി നിലമ്പൂർ. നിലമ്പൂരാണ് കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി തൃശൂർ. തൃശൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത്. പൂർണ്ണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? പൂർണ്ണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ ബി കണ്ണാടി. കണ്ണാടിയാണ് പൂർണ്ണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഓപ്ഷൻ എ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട? ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട? ഓപ്ഷൻ സി കോട്ടയ്ക്കൽ. കോട്ടയ്ക്കലിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ചിറയ്ക്കൽ. ചിറയ്ക്കലിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കലിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത്? കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത്? ഓപ്ഷൻ എ കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ. കാസർഗോഡ് ജില്ല രൂപം കൊണ്ട വർഷം? കാസർഗോഡ് ജില്ല രൂപം കൊണ്ട വർഷം? ഓപ്ഷൻ എ 1984. 1984 കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത്.